ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിന് സമയം കുറിച്ചിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കണമെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഇതിൽ മുഹൂർത്തമൊന്നും ആരും വെച്ചിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് എത്രയും വേഗം വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുണ്ട്. MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദൻ. കുറ്റം ചെയ്തവർ എത്ര ഉന്നതനായാലും സംരക്ഷിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരിന് ഒരു PR ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി ആരാണ് PRനെ നിശ്ചയിച്ചത്, അവർക്ക് എത്രയാണ് ശമ്പളം, എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള 10 ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ട്. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, ഒരു PR സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല. രണ്ടാം ഘട്ട LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മഴവിൽ സഖ്യം എല്ലാ വർണ്ണങ്ങളും അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെന്റിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിന്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ, പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ശശിയുടെ പേരിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ന കത്തിൽ ഉള്ളടക്കം ഞങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ശശിയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യവും ഇല്ല, ഒരു വസ്തുതയുമില്ല. പൊതുവായിട്ട് പറയുന്നത് പോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, PR ഏജൻസി, PV അൻവർ, P ശശി, പൂരം വിവാദം, അങ്ങനെ പറയാനേറെ ഉണ്ടായിരുന്നു MV ഗോവിന്ദന്. എന്തൊക്കെയായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്? ലിബീഷ്, CPM സംസ്ഥാന സമിതിക്ക് ശേഷമാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. അതിൽ CPM സംസ്ഥാന സമിതിയിലടക്കം ഈ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നതിനപ്പുറത്തേക്ക് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ പാർട്ടി അഭിമുഖീകരിക്കുന്ന ഉത്തരം പറയേണ്ട വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അത് തന്നെയാണ് MV ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിലും പ്രതിഫലിച്ചത് എന്ന് വേണം പറയാൻ. അതിൽ ഇപ്പോൾ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, അത് തൃശൂർ പൂരം കലക്കലടക്കമുള്ള ADGP MR അജിത് കുമാർ, PV അൻവർ, ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട വിവാദം, കൂടാതെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ, അൻവർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട്, ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള അഭിമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെയും MV ഗോവിന്ദന്റെയും ഒരു നിലപാടുണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ ഹിന്ദു പത്രം അത് ആര് കൊടുത്തു എന്നതല്ല, മറിച്ച് പത്രം ഈ അഭിമുഖം കൊടുക്കാത്തൊരു അഭിമുഖം പ്രസിദ്ധീകരിച്ചതാണ് തെറ്റ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ ആവർത്തിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയിട്ടില്ല. കൂടാതെ സർക്കാരിന് PR ഏജൻസി ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പാർട്ടി ആവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണത്തിനെ ശരിവെച്ച് തന്നെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ ഈ വിവാദ അഭിമുഖം നൽകിയിട്ടുള്ള ആൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ആളാണ്, മറിച്ച് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള കാര്യം കൂടി MV ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ തന്നെ PV അൻവറിനെ വലിയ തരത്തിൽ, അതായത് PV അൻവർ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ അടക്കം വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ അതൊന്നും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്. അത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളടക്കം വലിയ തരത്തിൽ പാർട്ടിക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല എന്നുള്ള കാര്യം കൂടി. കൂടാതെ PV അൻവർ P ശശിക്കെതിരെ നടത്തിയിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അതും വെറുതെ ഈ P ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അതിൽ P ശശിയെ അപമാനിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതായത് അതിൽ ഒരു പരാതിയോ അന്വേഷിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളില്ല ഈ അൻവറിന്റെ പരാതിയിൽ എന്നുള്ളതാണ്. അത് P ശശിക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം അത് ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി നൽകി വരുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് P ശശിക്ക് കൃത്യമായിട്ടുള്ളൊരു സംരക്ഷണം നൽകിക്കൊണ്ട് അത് ഒരു അന്വേഷണത്തിനുള്ള കാര്യം പോലും PV അൻവറിന്റെ പരാതിയിലില്ല എന്ന് പാർട്ടി സെക്രട്ടറി ആവർത്തിക്കുന്നത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ADGPയുമായി ബന്ധപ്പെട്ടാണ്. ADGP MR അജിത് കുമാറിന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കാര്യം തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ CPIയുടെ ആവശ്യങ്ങളടക്കം നമ്മൾ കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പരിപാലനത്തിൽ നിന്ന് ആ ചുമതലയിൽ നിന്ന് മാറ്റുമെന്നുള്ള സൂചനകൾ തന്നെയാണ് MV ഗോവിന്ദൻ നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുള്ളത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ പോലീസും കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ക്രമസമാധാന ചുമതല നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ അത് പോലീസ് കൃത്യമായി ഇടപെടുന്നുണ്ട്. അങ്ങനെ പോലീസിനെ പ്രശംസിച്ചൊക്കെയാണ് ഇന്ന് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അതിൽ ഇത്തരത്തിൽ പോലീസിന്റെ നടപടികൾക്കെതിരെയാണ് അൻവറിന്റെ കുരിശുയുദ്ധം. അത്തരത്തിൽ കുരിശുയുദ്ധം നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതടക്കം പറയുന്നു. കൂടാതെ ഈ BJP-യിൽ തൃശ്ശൂരിൽ BJP ജയിക്കാനുള്ള കാരണം അത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ വോട്ടുകളാണ് BJP-യിലേക്ക് മാറുന്നത്. അങ്ങനെ ഇന്ന് CPM അഭിമുഖീകരിക്കുന്ന, സർക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയത്തിലൊക്കെയുള്ള ഒരു അത് ന്യായീകരിക്കേണ്ടടുത്ത് ന്യായീകരിച്ചും സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിച്ചും തള്ളിപ്പറയേണ്ടവരെ തള്ളിപ്പറഞ്ഞും ഒക്കെ തന്നെയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ നിലപാട്. അതായത് ഈ വയനാട് ദുരിതാശ്വാസ നൽകുന്നതിനടക്കം, സഹായങ്ങൾ നൽകുന്നതിനടക്കം കേന്ദ്രത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ഫണ്ടുകളോ മറ്റ് ധനശേഖരമോ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ ഒരു പാർട്ടി CPM ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. എന്തായാലും കൃത്യമായും വ്യക്തമായും സംരക്ഷിക്കേണ്ടവയെ സംരക്ഷിച്ചും തള്ളിപ്പറയേണ്ട നിലപാടിനെ തള്ളിപ്പറഞ്ഞും തന്നെയാണ് ഇന്ന് എം വി ഗോവിന്ദന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തോട് ചേർത്ത് വയ്ക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു മറ്റ് വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതേ തരത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യം കൂടി പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘന.